തീരദേശ പരിപാലന നിയമത്തിലെ കരട് ഭേദഗതി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന ആരോപണം. സംസ്ഥാനത്ത് ആകെയുള്ള 397 തീരദേശ പഞ്ചായത്തുകളിൽ 66 പഞ്ചായത്തുകൾക്ക് മാത്രമാണ് കരടിൽ ഇളവ് അനുവദിക്കുന്നത്. വിഷയം രമേശ് ചെന്നിത്തല ഇന്നലെ നിയമസഭയിലും ഉന്നയിച്ചിരുന്നു. വീട് നിർമ്മിക്കാൻ കഴിയില്ല, നമ്പരിട്ട് തരില്ല, പുതുക്കിയ കടമുറി പണിയാൻ കഴിയില്ല, പഞ്ചായത്ത് നമ്പർ കൊടുക്കില്ല. സാർ, വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഈ തീരദേശ പരിപാലന നിയമം വന്ന ശേഷം മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും അടങ്ങുന്ന തീരദേശത്തെ ജനങ്ങൾ നേരിടുന്നത്. രമേശ് ചെന്നിത്തലയുടെ തൃപ്പരുന്തുറ അടക്കം കേരളത്തിലെ 397 പഞ്ചായത്തുകൾ തീരദേശ പരിപാലന നിയമപ്രകാരം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നവയാണ്. എന്നാൽ 2019 കേന്ദ്രം നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ അതത് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണത്തിൽ ഇളവ് കൊണ്ടുവരാമെന്നായി. ഇതേ തുടർന്നാണ് 66 പഞ്ചായത്തുകൾക്ക് ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം. എന്നാൽ ഇത് അപര്യാപ്തമാണെന്നാണ് ഇപ്പോൾ വിമർശനമുയരുന്നത്. 222 കടലോര മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളും 115 ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളും ഉൾക്കൊള്ളുന്ന മുഴുവൻ തീരദേശ പഞ്ചായത്തുകളെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളെയും CRZ-2 ഉൾപ്പെടുത്തി മാപ്പ് തയ്യാറാക്കി. സർക്കാർ 174 പഞ്ചായത്തുകളുടെ പട്ടിക ഇളവിനായി കേന്ദ്രത്തിന് സമർപ്പിച്ചതാണെന്നും 66 പഞ്ചായത്തുകളുടെ കാര്യത്തിൽ മാത്രമേ അനുകൂല തീരുമാനമുണ്ടായുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കേന്ദ്രം മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും മാത്രമാണ് പൊതുവിൽ CRZ-2 ഉൾപ്പെടുത്തുന്നത്. കരട് തയ്യാറാക്കിയത് മത്സ്യത്തൊഴിലാളി സംഘടനകളോട് ചർച്ച ചെയ്യാതെയാണെന്നും വിമർശനമുയരുന്നുണ്ട്. ഇളവുകൾ തീരദേശ ജനതയ്ക്ക് ആശ്വാസമാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് കൂടി ഇളവുകൾ വ്യാപിപ്പിക്കണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.